ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമുക്ക് ലേണിംഗ് മൊഡ്യൂൾ 4-ൻ്റെ ലാസ്റ്റ് വീഡിയോയിലേക്ക് വരാം. വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അതിൻ്റെ ലാസ്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ബേസ് ഫോർമുല. ബേസ് ഫോർമുല എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇൻഫോർമേഷൻ വെച്ചിട്ടായിരിക്കും അല്ലേ നമ്മുടെ പ്രോബബിലിറ്റി ട്രീ ഉണ്ടാക്കുന്നത്. സോ ആ ഇൻഫോർമേഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നെങ്കിൽ ആ ചേഞ്ചസിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് ഫോർമുല ഉപയോഗിക്കുന്നത്. ബേസ് ഫോർമുല is a rational method for adjusting our viewpoints as we confront new information. ഞാൻ നമ്മുടെ മഹീന്ദ്രയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. മഹീന്ദ്ര നമ്മൾ പ്രോബബിലിറ്റി ട്രീ ഉണ്ടാക്കിയത് ഒന്ന് ഗുഡ് മൺസൂണും ഒന്നും ബാഡ് മൺസൂണും. ഇതാണ് അൺകണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു. അൺകണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് സിനാരിയോസ്, ഗുഡ് മൺസൂൺ, ബാഡ് മൺസൂൺ. അപ്പം ഇത് രണ്ടും നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പെട്ടെന്ന് ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് പറയുവാണ് ഈ വർഷം എൽനീനോ കാരണം കുറവ് മഴ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് പറയുവാണ്. അതായത് ഗുഡ് മൺസൂണിനുള്ള പ്രോബബിലിറ്റി കുറഞ്ഞിരിക്കുന്നു. പക്ഷെ എത്ര കുറയ്ക്കണം എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ എത്ര കുറയ്ക്കണം ആ ഒരു ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബേസ് ഫോർമുല ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ ബേസ് ഫോർമുലയുടെ കൺസെപ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ന്യൂമറിക്കൽസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. കാരണം ബേസ് ഫോർമുല എന്താ പറയാ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ന്യൂമറിക്കൽ വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാം. Just for your reference, till now we were dealing with the conditional probability as probability of positive returns given good monsoon. അതായത് what is the probability that Mahindra will give positive returns given good monsoon? Good monsoon വന്നാൽ മഹീന്ദ്രയ്ക്ക് ഉണ്ടാവുന്ന പോസിറ്റീവ് റിട്ടേൺസിന്റെ പ്രോബബിലിറ്റി. ഇനി നമ്മൾ നേരെ തിരിക്കും. ബേസ് ഫോർമുല ഉപയോഗിക്കുന്നത് നേരെ തിരിഞ്ഞു വരുമ്പോഴാണ്. അതായത് നമുക്ക് ഓൾറെഡി പോസിറ്റീവ് റിട്ടേൺസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഗുഡ് മൺസൂൺ ഉണ്ടായിരുന്ന സാധ്യത എന്തൊക്കെയാണ്, അതാണ് ഈ ബേസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരെ ഉൾട്ടായി. This is all the theory that we are going to discuss. Now we will move to the numerical. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോബബിലിറ്റി ട്രീ വരച്ചിരുന്നു. ഇവിടെ ഞാൻ പ്രോബബിലിറ്റി ട്രീ ഞാൻ പേഴ്സണലി പ്രോബബിലിറ്റി ട്രീ ഉപയോഗിക്കാറില്ല. ഞാൻ ഈ ഫോർമുല ഉപയോഗിച്ചാണ് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഈ ഒരൊറ്റ ഫോർമുലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഇത് അങ്ങനെയും അങ്ങ് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ബേസിക്കലി അപ്ഡേറ്റഡ് പ്രോബബിലിറ്റി അഥവാ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു പ്രയർ പ്രോബബിലിറ്റി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ദ ന്യൂ ഇൻഫർമേഷൻ ഗിവൺ ദ ഇവന്റ് divided by the unconditional probability of the new info. അപ്പൊ നമുക്ക് ന്യൂമറിക്കലിലേക്ക് പോയേക്കാം. ഫസ്റ്റ് ന്യൂമറിക്കൽ ബേസ് ഫോർമുലയുടെ ന്യൂമറിക്കൽ വരുമ്പോഴത്തേക്കും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറെ സ്റ്റോറി പറഞ്ഞിരിക്കും. അതിലൊന്നും കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ എന്താണ് അവർ തന്നിരിക്കുന്ന ആക്ച്വൽ ഇൻഫോർമേഷൻ എന്ന് കണ്ടുപിടിച്ച് അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിളിൽ ആക്ച്വലി നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് probability of non-survivor, probability of passing the test and probability of passing the test given the survivor is equal to 0.85. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിന്റെ കഥ അല്ലെങ്കിൽ ക്വസ്റ്റ്യനില് കഥയെന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ ഒരു ടെസ്റ്റ് നടത്തി. അതായത് എത്രത്തോളം ബാഡ് ലോൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു ഈ ടെസ്റ്റ് പാസ്സായവർ there is a probability that they will survive after 12 months. അല്ലെങ്കിൽ 12 മാസത്തിന് ശേഷവും അവര് സർവൈവ് ചെയ്യും. ആ ടെസ്റ്റ് പാസ്സാകാത്തവര് there is a probability that within 12 months they will അവര് കടയടയ്ക്കും, അവര് ബാങ്ക് ഫെയിൽ ആവും എന്നാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് നോൺ സർവൈവർ, അത് 12 മാസത്തിന് ശേഷം ബാങ്കുകൾ സർവൈവ് ചെയ്യാത്ത ബാങ്കുകളുടെ പ്രോബബിലിറ്റി 0.40യും അൺകണ്ടീഷണൽ ആണ്. ഇവിടെ കണ്ടീഷണൽ ഒന്നുമില്ല, അതായത് ഗിവൺ ദാറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം അൺകണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ടെസ്റ്റ്, എത്രത്തോളം ബാങ്ക് ടെസ്റ്റ് പാസ്സാവും എന്നുള്ളത് ആണ് ഇത്. പിന്നെ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ടെസ്റ്റ് ഗിവൺ ദാറ്റ് യു ആർ എ സർവൈവർ, അതായത് നിങ്ങൾ 12 മാസത്തിന് ശേഷവും സർവൈവ് ചെയ്യും. അതിൽ ടെസ്റ്റ് പാസ്സായിട്ടുള്ളത് 0.85 ആൾക്കാരേ ഉള്ളൂ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ടെസ്റ്റ് ഗിവൺ എ നോൺ സർവൈവർ. നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ എന്തൊക്കെയാണ്? പ്രോബബിലിറ്റി ഓഫ് നോൺ സർവൈവർ തന്നിട്ടുണ്ട് 0.40, പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ടെസ്റ്റ് തന്നിട്ടുണ്ട് 0.50, പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ടെസ്റ്റ് ഗിവൺ സർവൈവർ ഇസ് ഈക്വൽ ടു 0.85 എന്ന് തന്നിട്ടുണ്ട്. നമ്മളത് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ടെസ്റ്റ് ഗിവൺ നോൺ സർവൈവർ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് രണ്ടും മാച്ചിങ്, അതായത് ഒരു സിമിലർ പോലെ തോന്നും. പാസിംഗ് ദ ടെസ്റ്റ് ഗിവൺ നോൺ സർവൈവർ ആൻഡ് പാസിംഗ് ദ ടെസ്റ്റ് ഗിവൺ സർവൈവർ. പക്ഷെ നമ്മൾ ഈ പറയുന്ന 1 - ഇത് ചെയ്താൽ ഈ ആൻസർ കിട്ടില്ല. കാരണം ഈ ഗിവൺ ദാറ്റിന് ശേഷം വരുന്ന ഈ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഈ ഒരു സീൻ എന്ന് പറയുന്നത്, സിനാരിയോ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതായത് ഇവിടെ ഒരിടത്ത് നോൺ സർവൈവറും ഇവിടെ സർവൈവറുമാണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം ചിലപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിംഗ് ദ ടെസ്റ്റ് ഗിവൺ എ സർവൈവർ എന്നാണ് ചോദിച്ചതെന്ന് വെച്ചു. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിംഗ് ദ ടെസ്റ്റ് ഗിവൺ സർവൈവർ ആണെങ്കിൽ നമുക്കിവിടെ 1 - ഇത് എഴുതാം. കാരണം ഇവിടെയും സർവൈവർ ആണ്, ഗിവൺ ദാറ്റിന് ശേഷം ഇവിടെയും സർവൈവർ ആണ്. പക്ഷെ ഇവിടെ എപ്പോഴാണോ ഈ ഗിവൺ ദാറ്റിന് ശേഷം നോൺ സർവൈവർ ഉപയോഗിക്കുന്നത് അവിടെ നമുക്ക് 1 - ആ പറയുന്ന പരിപാടി നടക്കത്തില്ല. അതായത് ബേസിക്കലി ഞാൻ പറഞ്ഞ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് നോൺ സർവൈവർ 0.40 ആണ്. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സർവൈവർ കിട്ടാൻ 1 - 0.40 ചെയ്താൽ 0.60 കിട്ടും. ആ മെത്തേഡ് നമുക്ക് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ ഗിവൺ ദാറ്റിന് ശേഷം വരുന്ന വാല്യൂ സെയിം ആയിരിക്കണം. അതായത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ടെസ്റ്റ് ഗിവൺ നോൺ സർവൈവർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഗിവൺ ദാറ്റിന് ശേഷം ഇവിടെ സർവൈവർ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ 1 - മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി റൂൾ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യമേ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ടെസ്റ്റ് ഈസ് ഈക്വൽ ടു, അതായത് നമ്മുടെ കഴിഞ്ഞ മഹീന്ദ്രയുടെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗുഡ് റിട്ടേൺസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗുഡ് റിട്ടേൺസ് ഇൻ ദ ഗുഡ് മൺസൂൺ into the probability of the good monsoon plus probability of getting positive returns in bad monsoon into the probability of bad monsoon. ആ സെയിം ഇക്വേഷൻ ആണ് probability of passing the test is probability of passing the test given you are a survivor into the probability of the survivor plus probability of passing the test given non survivor into probability of non survivor. അപ്പം ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. probability of passing the test given the survivor ദേ ഇവിടെ തന്നിട്ടുണ്ട്. probability of survivor 1 - probability of non survivor ചെയ്താൽ മതി. probability of passing the test given non survivor ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. probability of non survivorും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആൻസർ കിട്ടും 0.10 എന്ന് പറയുന്നത്. Second question, what is the probability of survivor given that passing the test? നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സർവൈവർ ഗിവൺ ദ പാസിംഗ് ടെസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത് പാസിംഗ് ദ ടെസ്റ്റ് ഗിവൺ ദ സർവൈവർ തന്നിട്ടുണ്ട് 0.85 എന്ന്. ഇവിടെ നേരെ ഉൾട്ടയായി. അപ്പം ഉൾട്ടയാവുമ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? ബേസ് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ബേസ് ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി into probability of B divided by probability of A. അതായത് ഇവിടെ probability of survivor given passing the test is equal to നേരെ ഉൾട്ട probability of passing the test given survivor into the probability of survivor divided by probability of passing the test. ഇവിടെയും probability of passing the test given survivor നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. probability of survivor ഓൾറെഡി തന്നിട്ടുണ്ട് 1 - probability of non survivor. probability of passing the ടെസ്റ്റും നമുക്ക് given ഇൻഫോർമേഷൻ ആണ്. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.927 അല്ലെങ്കിൽ 93% എന്ന് നമുക്ക് കിട്ടും. അതായത് എത്ര പേര് എക്സാം പാസ്സായതിൽ സർവൈവ് ചെയ്തു, അതാണ് ബേസിക്കലി ഇതിൽ ഉദ്ദേശിക്കുന്നത്. Question 3, what is the probability of non-survivor given that failing the test? നമുക്ക് ആ given information നോക്കാം. probability of non-survivor തന്നിട്ടുണ്ട്, passing the test തന്നിട്ടുണ്ട്, probability of passing the test given survivor തന്നിട്ടുണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഫെയിലിംഗ് ദ ടെസ്റ്റും നോൺ സർവൈവറും. ഇപ്പം നമുക്ക് ബേസ് ഫോർമുല തന്നെ ഉപയോഗിച്ച് നോക്കാം. അതായത് probability of non-survivor given failed the test is equal to probability of failing the test given non-survivor into probability of non-survivor divided by probability of failing the test. probability of failing the test തന്നിട്ടുണ്ട്. എന്താണ്? 1 - probability of passing the test ചെയ്താൽ നമുക്ക് probability of failing the test കിട്ടും.
പ്രോബബിലിറ്റി ഓഫ് നോൺ സർവൈവർ ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിംഗ് ദ ടെസ്റ്റ് ഗിവൺ നോൺ സർവൈവർ പക്ഷേ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഈ പറയുന്ന ഗിവൺ ഇൻഫോർമേഷൻസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ടെസ്റ്റ് ഗിവൺ നോൺ സർവൈവർ തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗിവൺ ദാറ്റിന് ശേഷം ഒരേ വാല്യൂ ആണ് ഉള്ളതെങ്കിൽ, ഇവിടെയും നോൺ സർവൈവർ ഇവിടെയും നോൺ സർവൈവർ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിംഗ് ദ ടെസ്റ്റ് ഈസ് ഈക്വൽ ടു 1 minus probability of passing the test into 1 minus probability of passing the test given non-survivor. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂം 0.80 എന്ന് കിട്ടും. അതായത് ബേസിക്കലി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ബേസ് ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ന്യൂമറിക്കലിലേക്ക് പോവാം. അവിടുത്തെ ഗിവൺ ഇൻഫോർമേഷൻസ് ഇത്രയൊക്കെയാണ്. അതായത് ഇതിന്റെയും ബാക്ക്ഗ്രൗണ്ട് കുറെ ഉണ്ട്, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാം. എന്നിരുന്നാലും ഇൻഫോർമേഷൻസ് വായിച്ചിട്ട് അതിനെ ഈ രൂപത്തിലേക്ക് നമുക്ക് എടുക്കണം. ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് FCF ഫ്രീ ക്യാഷ് ഫ്ലോ എക്സീഡിംഗ് ദ കൺസെൻസസ് given an acquisition take place? FCF acquisition given FCF exceeding consensus ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഉൾട്ടയാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ടു യൂസ് എ ബേസ് ഫോർമുല. ബേസ് ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് FCF എക്സീഡിംഗ് കൺസെൻസസ് ഗിവൺ അക്വിസിഷൻ ഈസ് ഈക്വൽ ടു probability of acquisition given FCF exceeded consensus into probability of FCF exceed consensus. So ഇത് നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. probability of FCF exceeding consensus അതും ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ probability of unconditional probability of acquisition തന്നിട്ടില്ല. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? Again total probability rule വെച്ചിട്ട് probability of acquisition given that FCF exceeded consensus into the probability that FCF exceeded consensus plus the probability of acquisition given FCF met consensus into a probability that FCF met consensus into probability of acquisition given FCF fell short of consensus into probability of FCF fell short of consensus. ഇത് നമ്മൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അൺകണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് അക്വിസിഷൻ കിട്ടും. അതിനെ നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ പ്രോബബിലിറ്റി അക്വിസിഷൻ നമുക്ക് 0.34 എന്ന് കിട്ടും. അതിനെ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് 0.5882 എന്ന് കിട്ടും. അതായത് 53% കിട്ടും. അതായത് അക്വിസിഷൻ നടന്ന സമയത്ത് FCF ഫ്രീ ക്യാഷ് ഫ്ലോ എക്സീഡ് ചെയ്ത പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ 59% നമുക്ക് കിട്ടും. Solve all the numericals from the CFA book. അതായത് ബേസ് ഫോർമുല പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ CFA തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് കൂടുതൽ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ബേസ് ഫോർമുല പഠിക്കാൻ എളുപ്പം. എന്തായാലും ബേസ് ഫോർമുലയുടെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഇൻഫോർമേഷൻ വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റാഷണൽ മെത്തേഡ് തരുന്നതാണ് ബേസ് ഫോർമുല. ഇനി ബേസ് ഫോർമുലയുടെ ഇക്വേഷൻ പ്രോബബിലിറ്റി ഓഫ് B given A is equal to probability of A given B into probability of B divided by probability of A. പിന്നെ ആ ടോട്ടൽ പ്രോബബിലിറ്റി റൂളും കൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഈ ലേണിംഗ് മൊഡ്യൂളും തീർന്നു. ഇനി അടുത്ത് നമുക്ക് പോർട്ട്ഫോളിയോ മാത്തമാറ്റിക്സിൽ പോകാം. താങ്ക് യു.